അവർക്കെല്ലാം ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ സ്മരണകളുടെ മണ്ണിൽ അത് അർപ്പിച്ച് അവിടെ നിന്ന് ഈ ജാഥ നേരെ പ്രേംനസീർ സ്മാരകം, അത് ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സാംസ്കാരിക സമുച്ചയം അവിടെ അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ആ കേന്ദ്രത്തിൽ നസീർ സാറിന്റെ സ്മരണ അവിടെ നിന്ന് ആ ദീപശിഖ, അവിടുത്തെ MLA ഒക്കെ നേതൃത്വം നൽകുന്ന വലിയ പരിപാടിയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ പ്രയാണം നേരെ PK റോസി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. മലയാള സിനിമയുടെ ഒരു അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന്റെ ഒരു വലിയ പ്രതീകമായി നമ്മളിവിടെ അവരെ അട്ടിപ്പഴിച്ച ഒരു ആദ്യകാല സിനിമയിൽ ഒരു സവർണ കഥാപാത്രം അവതരിപ്പിച്ചതുകൊണ്ട് ഒരു ദളിത് യുവതിയെ ഒരു കലാകാരിയെ നമ്മൾ അട്ടി ഓടിച്ചതിന്റെ ഓർമ്മകൾ കൂടിയുണ്ട്. ആ ഒരു ഭൂമിയിൽ ഒറ്റക്കാവിനടുത്താണ് അവരുടെ ഒരു കുടുംബം ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ബന്ധുക്കൾ എല്ലാം ചേർന്ന് ആ ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകുന്നു. ഇവിടെ MLA ശ്രീ PK പ്രശാന്ത് ഒക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് ആ പ്രയാണം വീണ്ടും മലയാളത്തിലെ അനശ്വര നടൻ സത്യൻ മാഷിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവനന്തപുരത്തെ പാളയത്തെ LMS സ്ക്വയറിൽ അദ്ദേഹത്തിന് അടക്കിച്ചേരിക്ക് നടത്തുന്ന അന്ത്യവിശിഖ അവിടെയും ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതിയിൽ P. ഭാസ്കരൻ മാഷിന്റെ അദ്ദേഹത്തിന്റെ ശതാബ്ദി വർഷമാണിത്. അവിടെ അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു ആദരവായിട്ട് അത് മാറുന്നു. തൊട്ടിപ്പുറത്ത് വയനാട് ആ പ്രകൃതിയുണ്ട്. അവിടെ മാനവീയ വീതിയിൽ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഡിസംബർ 13 മുതൽ 20 വരെ 12-ാം തീയതി വൈകുന്നേരമാണ് ഈ പരിപാടി അവിടെ സമാപിക്കുന്നത്. അവിടെ അത് ഈ 8 ദിവസങ്ങളിലും ഇത് ഇങ്ങനെ ജ്വലിച്ച് ഈ മേളയുടെ ഒരു പ്രതീകമായിട്ട് അതവിടെ ഉണ്ടാകും. ആ അതിന്റെ ആ ഒരു ജ്യോതി മലയാള സിനിമയിലെ മുഴുവൻ ഇന്നോളമുള്ള എല്ലാ മഹാപ്രതിഭകളെയും ഓർത്തുകൊണ്ട് അവർക്ക് ആദരവർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജ്യോതി ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഉദ്ഘാടന വേദിയിലേക്ക് വരുന്നത്. അതിന്റെ വിശദവിവരങ്ങൾ പ്രിയപ്പെട്ട അതിനായിട്ടുള്ള മന്ത്രി വിശദീകരിച്ചു. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ മേളയുടെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അത് മറ്റൊന്നുമല്ല, മലയാള സിനിമയിലെ ഒരു സമീപകാല വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മൾ ലോക സിനിമയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള സ്ത്രീ പ്രതിഭകളെ, വനിതാ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയും അവരുടെ പ്രതിഭകളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായി കൂടി. അതൊരു സ്ത്രീപക്ഷ ഫെസ്റ്റിവൽ അങ്ങനെയൊന്നും ഒരു പദപ്രയോഗത്തിലേക്കൊന്നും പോകുന്നില്ല. എല്ലാ പുരുഷ പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീം, ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ ഫെസ്റ്റിവൽ വിഭാവന ചെയ്തിട്ടുള്ളത്. നമുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം, സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം, അതുപോലെ ജൂറിയുടെ അന്താരാഷ്ട്ര ജൂറിയുടെ ചെയർപേഴ്സൺ തുടങ്ങിയെല്ലാം അത് ഒരു നിയോഗം പോലെ ഇങ്ങനെ സംഭവിക്കുകയാണ്. അത് നമ്മളൊരു ബോധപൂർവം സ്ത്രീകൾക്ക് അങ്ങനെ അതല്ല, അങ്ങനെ ഇത് യാദൃശ്ചികമായി തന്നെ സംഭവിച്ചു. അത് ഈ ഫെസ്റ്റിവലിന്റെ നമ്മളുടെ ഈ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പോലും 4 വനിതാ സംവിധായകരുടെ സാന്നിധ്യം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ അതുപോലെ 25ഓളം ഈ മുതിർന്ന നടിമാരെ നമ്മൾ ആദരിക്കുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിൽ ചൊടിച്ചു നിന്ന നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചതാണ്, എല്ലാവരെയും സമീപിച്ചതാണ്. പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു, ചിലർ പറയാനുള്ള സൗകര്യം, അനാരോഗ്യം, അതൊക്കെ മറികടന്നുകൊണ്ട് എത്തുകയാണ്. നമ്മളെല്ലാവരെയും ബന്ധപ്പെടുകയായിരുന്നു. അതിൽ വരാൻ പറ്റുന്നവരെ മുഴുവൻ അവരെല്ലാം വരാതിരിക്കുന്നവരെയും നമ്മൾ ഈ ദിവസത്തിൽ ഓർക്കുകയാണ്. ഈ വരുന്നവര് അവരെല്ലാം ഈ വേദിയിൽ 15-ാം തീയതി നിശാഗത്തിൽ അതൊരു ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയാണ്. അതെല്ലാം അതിൻ്റെതായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തന്നെ ഒരു ഭാവനയിൽ വിരിഞ്ഞതാണ്. ഈ ദീപശിഖ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു പുതുമ വേണം ഈ ഒരു ഫെസ്റ്റിവൽ വ്യത്യസ്തമാകണമെന്ന തികഞ്ഞ അഭിപ്രായം, ആ ഒരു ഉറച്ച അത് നമ്മൾ പ്രാവർത്തികമാക്കുകയോ കൂടിയാണ് ഈ ഫെസ്റ്റിവലിൽ. ഇത് വനിതകൾക്കുള്ള അവരുടെ വലിയ പ്രതിഭകൾക്കുള്ള ലോകമെമ്പാടുമുള്ള മലയാള സിനിമയിൽ അവരുടെ വലിയ സംഭാവനകളെ അടയാളപ്പെടുത്തുന്ന, ആദരിക്കുന്ന, അത് ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ ഒരു ഫെസ്റ്റിവലാണ് കൂടി. ഇതിന്റെ ഒരു പ്രസക്തി അതിവിടെ എടുത്ത് പറയേണ്ടതാണ്. താങ്ക് യു. ചിലരുണ്ടെങ്കിൽ ചോദിക്കാം. അതിനെ കുറിച്ച് ആശങ്കയൊന്നും വേണ്ട. എല്ലാം നല്ല ഭംഗിയായി തന്നെ ഈ വർഷം മേള നടത്തും. സാമ്പത്തിക പ്രതിസന്ധി ഗവൺമെന്റിന് മാത്രം കുറ്റമല്ലല്ലോ. തരേണ്ടവര് തരാനുള്ള കാശ് തരാത്തതാണെന്ന കാര്യം മറച്ചു വെച്ച് സംസാരിക്കാൻ പറ്റില്ല. കേരള സംസ്ഥാനത്തിന്റെ കരുത്തും ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി സമ്പത്ത് സമാഹരിക്കുന്നു.
ചില മേഖലകൾക്ക് നമ്മൾ മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. റൂൾ 300 പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലായിട്ട് 13,000 ഡെലിഗേറ്റ്സ് ഈ പരിപാടി പങ്കെടുക്കുക. ലോകതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലാണ് കേരളത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫെസ്റ്റിവൽ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സമ്പത്ത് മുടക്കി മെച്ചപ്പെടുത്തി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ലോകവും ഈ വർഷം ഉണ്ടാകില്ല എന്ന കാര്യം പറയാനാണ്. ചിലവര് നമ്മൾ മുടക്കില്ല, അവസാനം കളഞ്ഞു ചോദിച്ചാൽ പറയാം. ലാസ്റ്റ് പറഞ്ഞപ്പോ മുൻകൂട്ടി നമ്മൾ ഇത്ര അനുവദിച്ചു പറഞ്ഞത് എല്ലാം നമുക്ക് ചെലവാകും. നല്ല ഭംഗിയായിട്ട് നടക്കും. പരിപാടി കഴിയുമ്പോൾ അങ്ങനൊരു കത്ത് തന്നാൽ മതി, ഞാൻ കംപ്ലീറ്റ് കണക്ക് എഴുതി കൈത്തരാം. ചലച്ചിത്ര അക്കാദമി സർക്കാരിന്റെ പുറകിൽ നടന്നിട്ടില്ല. ഫെസ്റ്റിവൽ നടത്തി കഴിഞ്ഞാൽ അതിന് നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ പണം ഘട്ടം ഘട്ടമായിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ആ പരിപാടി കഴിയുമ്പോൾ തന്നെ അതിന് ചെലവാകുന്ന പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ ഞാൻ മന്ത്രിയായതിനു ശേഷം അക്കാദമിയുടെ സെക്രട്ടറി അതിനുവേണ്ടി ഇറങ്ങേണ്ടി ഞാൻ കേട്ടിട്ടില്ല. ഈ വർഷം ഒട്ടും ഇറങ്ങേണ്ടി വരത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഈ ചക്രമേളയോടനുബന്ധിച്ചാണ് നമ്മുടെ സിനിമ മാർക്കറ്റിംഗ് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന ആക്ഷേപം സിനിമ അത്ര തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ് മേള തുടങ്ങി 2-ാം ദിവസം തന്നെ സമാപിക്കുക. ഈ സിനിമക്കാർ പറയുന്നത് മേള ഒട്ടാകെ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാണെങ്കിൽ കുറേ പേർക്ക് ഈ മാർക്കറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. അതിനൊരു പുനരാലോചന ഉണ്ടോ? ഇത്തവണ അടുത്ത തവണയെങ്കിലും അങ്ങയുടെ ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ്. എന്റെ നിർദ്ദേശമല്ല, അങ്ങനോട് പറഞ്ഞത് ഇപ്പോഴാണല്ലോ. ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അതെങ്ങനെ കുറച്ചുകൂടി ഫലപ്രദമായി പുനരാവിഷ്കരിക്കാൻ കഴിയുമെന്ന് അവരോട് സംസാരിക്കും. ഇപ്പൊ നടന്നു വരുന്ന ഒരു രീതിയിലാണ് ഈ വർഷം അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത വർഷം നേരത്തെ പറഞ്ഞിരുന്നൊക്കെ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. അതെ, നമ്മുടെ മീറ്റിങ്ങിൽ കൂടി നമ്മുടെ ഈ സ്വാഗത സംഘ രൂപീകരണ വിഭാഗം നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ അത്തരം ചർച്ചകൾ വന്നതെല്ലാം നമ്മളോട് ആലോചിച്ചിട്ടാണ് ഈ പുതിയ പുതിയ പരിപാടികൾ വെച്ചത്. അടുത്ത വർഷം തീർച്ചയായിട്ടും മാർക്കറ്റിംഗിന്റെ ഭാഗം കുറച്ചുകൂടി ഫലപ്രദമായി നടപ്പാക്കുന്നത് ഉചിതം. ഈ വനിതകളെ ആദരിക്കുന്നത് ഒരു വലിയ ചടങ്ങാണ്. അത് നമ്മുടെ ആദ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അടുത്ത വർഷങ്ങളിൽ അത് കുറച്ചുകൂടി ഫലപ്രദമായി കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്തുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയിൽ സംഭാവന നൽകിയ വനിതകളെ മാത്രമല്ല, അടുത്ത വർഷം പുരുഷന്മാരെ നമ്മൾ ആദരിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ വർഷം തുടക്കമായതുകൊണ്ടാണ് അവരെ ആദ്യം വിളിക്കുക. ഇതിനകത്ത് വന്നൊരു പ്രശ്നം, ആദ്യത്തെ ഒരു പരിപാടി നമ്മളിങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ വലിയ ആവേശമാണ്. നല്ല രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചു. ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഈ യാത്ര ചെയ്യാനൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകളും, ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ചെയ്തതിൻ്റെതായ ചില പ്രശ്നമാണ്. എങ്കിലും ഇപ്പോ ഏതാണ്ട് 24 ആർട്ടിസ്റ്റുകൾ ഇവിടെ വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവരുമായിട്ടൊരു സംവാദം അല്ലെ അവരുമായിട്ടൊരു ആശയവിനിമയം മീഡിയയ്ക്ക് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനവും നമ്മൾ 4 മണിയോടുകൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. Dear sir, dear madam, as the curator of this year's program, it has been my true pleasure, along with the dedicated team and the committee selection, to carefully choose the films that best showcase the incredible talent and innovation in cinema today. We are proud to present a lineup that reflects the very best of 2024.
for film production, highlighting a diverse range of voices, stories and creative approaches from filmmakers from over the world. I don't understand Malayalam, but apparently there was a question about market. Is it so? About marketing. So I just would like to put some, to tell you some points about the market, as I'm collaborating with Saji Karoun on that sense. In fact, we decided, of course, we called this edition Market Number 2, but in fact, you know, in order to install a market, we need to start step by step. And as you know, the budget was really reduced this year, and then we had to do our best with the budget to be able to invite some foreign professionals. They will be there, they will be giving tips and meeting the film director, independent film director, scriptwriter, in order to improve their skill and to be able to go overseas with their project. That's all I wanted to say regarding that question. മിസ് ഗോൾഡ സലാം നമ്മുടെ IFFK-യുടെ ക്യൂറേറ്ററാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ ക്യൂറേറ്ററായിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ള വിഖ്യാതയായിട്ടുള്ള ചലച്ചിത്ര വേദികളിൽ, ചലച്ചിത്ര ഉത്സവ വേദികളിൽ എന്നും പ്രാമുഖ്യം തെളിയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അവരെയും കേരളത്തിലേക്ക് ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യും. അത് ചർച്ച ചെയ്തിട്ടില്ല. നമ്മള് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിറ്റിക്കകത്തൊരു സ്ഥലം ഇത്രയും സിനിമ പ്രദർശിപ്പിക്കാനും ഇത്രയും ആളുകൾക്ക് വരാനും ഇത്രയും പാർക്കിങ്ങിനുള്ള സംവിധാനം, വലിയൊരു സ്ഥലം ആവശ്യമാണ്. ഇത്രയും ഒരു സ്ഥലം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മളുടെ കയ്യിൽ ഇപ്പോ നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. എന്തായാലും വരട്ടെ, ഭാവിയിൽ എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. ഭാവിയിൽ അതൊക്കെ വരും. കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരമാണ് ബേസ് ചെയ്ത് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് തന്നെ നമ്മൾ അതിനൊരു സംവിധാനമാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ആലോചന ഇല്ലാഞ്ഞിട്ടല്ല. ഈ പ്രാവശ്യം നല്ല നിർദ്ദേശം. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒരു അവാർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കും. നിങ്ങൾ പറഞ്ഞതിനടുത്താണ് ഇപ്പോ ഭിന്നശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സിനിമ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. നമ്മളത് നല്ല നിലയിൽ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചു. വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടി. അപ്പൊ ആ മേഖലയിൽ ഒരു പ്രോത്സാഹനം നല്ലതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അജയ് തീർച്ചയായിട്ടും നമ്മുടെ സമാപനത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം.